നമ്മളുമായി ബന്ധപ്പെട്ട നമ്മുടെ മക്കള്, ഭാര്യ, പലവരും വളരെ ഒക്കെയുള്ളൊരു വിഷമാണ്. മനസ്സിന് സുഖമില്ല. മനസ്സിൽ പലജാതി ചിന്തകളും വിഷമങ്ങളും പ്രയാസങ്ങളും. അതുകൊണ്ട് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നുള്ളത് അതിന് വലിയ ഒരു പരിഹാരമാണ്. ഈ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ല ചെല്ലൽ കാരണം ഹമ്മ് കുറഞ്ഞു പോകും, മനസ്സിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെയും കുറഞ്ഞു പോകും എന്ന് പറഞ്ഞിടത്ത് ഈ നമ്മുടെ ജീവിത പ്രശ്നവുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ അതൊക്കെയും നീങ്ങിപ്പോകുന്നു. അല്ലാഹു തആല തുറവരിങ്ങനെ തന്നുകൊണ്ടിരിക്കും. ഈ ദിക്റുകൾ നമ്മളിങ്ങനെ അധികരിപ്പിക്കുമ്പോ നമ്മൾ അറിയാത്ത മാർഗത്തിലൂടെ ഇപ്പൊ നമ്മളൊക്കെ എന്ത് പറയും? ഞാൻ പലവരും വിളിച്ചു പറയുന്നത് ജോലി ആയിട്ടില്ല, അല്ലെങ്കിൽ കച്ചവടം കിട്ടുന്നില്ല. നമ്മള് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ അങ്ങനെ അധികരിപ്പിക്കുമ്പോ മറ്റൊരു ഹദീസിൽ അതിനെ കുറിച്ച് പറഞ്ഞത് എന്താ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ അധികരിപ്പിച്ചാൽ എന്താണ്? അൽ ഫഖർ, ദാരിദ്ര്യം ഇല്ലാതാവുന്ന. നമ്മളൊരു കച്ചവട പീടികയിൽ ഇങ്ങനെ ഇരിക്കുക, നമ്മളങ്ങനെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ അങ്ങനെ ചൊല്ലി പറയും. അപ്പൊ അല്ലാഹു തആല നമ്മുടെ കടകളിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ ആളുകളെ തോന്നിപ്പിക്കും. എന്റെ നമ്മുടെ വളപ്പിലെ പ്രശ്നങ്ങളും നമ്മുടെ വീട്ടിലുള്ള പ്രയാസങ്ങളൊക്കെ നീങ്ങാൻ ഞാൻ കുറച്ച് ദിക്ർ ചൊല്ലൽ പതിവാക്കട്ടെ, അത് നമ്മൾ ആരും ചിന്തിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് അത്തരം വെറും ഭൗതികമായ ചികിത്സയിലേക്ക് പോയാലും പോയില്ലെങ്കിലും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരുപാട് രോഗങ്ങൾക്ക് ശിഫ കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതെന്റെ ജീവിതത്തിൽ ഞാൻ കുറച്ച് പതിവാക്കട്ടെ എന്നൊരു ചിന്തയിലേക്ക് വന്നാൽ ഒരു പരിധിവരെ ഭൗതികമായ ഈ ചികിത്സയിൽ നിന്നൊക്കെയും മാറി നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അല്ലാഹു തആല അങ്ങനത്തെ ചിന്തകളിലേക്കൊക്കെയും നമ്മെ കൊണ്ടെത്തിക്കുമാറാവട്ടെ. നല്ല നല്ല ദിക്റുകൾ ചൊല്ലി എപ്പോഴും അള്ളാഹുവിനെ ഓർത്ത് ആ അള്ളാഹുവിനെ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കൽബാക്കി അള്ളാഹു നമ്മുടെ കൽബ്